എല്ലാ കൂട്ടുകാർക്കും റെഡ് റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാവേ. ഇന്ന് രാവിലെ ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോയപ്പോഴാണ് ഇങ്ങോട്ടൊന്ന് നോക്കിയപ്പോൾ ദേ ഒരു വലിയ മത്തങ്ങ കിടക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനത് കണ്ടില്ലായിരുന്നു കേട്ടോ. ഇന്നാണ് ഞാനത് കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാം. നോക്കിക്കേ, അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്, വിളഞ്ഞതാണ്. ആ സമയത്ത് ഞാൻ കണ്ടത്. അപ്പം ഞാനിത് മുറിച്ചെടുത്തു കേട്ടോ. നമ്മുടെ ചുറ്റുപാടിൽ നിന്നും ഇതേപോലെ വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് കിട്ടുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. കൂടാതെ നമ്മുടെ കുട്ടികൾക്ക് വിഷമില്ലാത്ത പച്ചക്കറി കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് മുറിച്ച് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാവേ. എനിക്ക് കുറച്ച് വെജിറ്റബിൾസിൻ്റെ തൈകളും കൂടെ വെക്കണമെന്നുണ്ട്. ഈ ഗാർഡനിങ്ങിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചക്കറി കൃഷിയും കൂടെ ചെയ്യാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മത്തങ്ങ ഞാൻ ആദ്യം ഒന്ന് നട്ട് നോക്കിയത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടുന്നുണ്ട്. ഇതിൽ ഈ ഒരെണ്ണം മാത്രമല്ല, വേറെയും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ വെജിറ്റബിൾസ് വാങ്ങിക്കുന്ന സമയത്ത് കിട്ടുന്ന വിളഞ്ഞ മത്തൻ്റെ വിത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ പിടിക്കും കേട്ടോ. എനിക്ക് അങ്ങനെ കിട്ടിയൊരു മത്തൻ്റെ തൈയാണ്, ഒന്നല്ല 2-3 തൈകളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ ആണെങ്കിലും പ്രത്യേകം വിത്ത് വാങ്ങിക്കണമെന്നില്ല കേട്ടോ. അത് തന്നെ ഈ തക്കാളി തന്നെ അതിൻ്റെ അകത്തുനിന്ന് തന്നെ വിത്ത് എടുത്തിട്ടിട്ടാൽ നല്ല രീതിയിൽ ഉണ്ടാവും. അതേപോലെ പച്ചമുളകായിരുന്നാലും വെള്ളിരി ആയിരുന്നാലും ഒക്കെ അങ്ങനെ തന്നെ ചെയ്താൽ മതിയാവും. പിന്നെ ഇത് മത്തങ്ങയൊക്കെ കാ പിടിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. പലപ്പോഴും മത്തങ്ങ പൂവിട്ടാലും നമുക്ക് കായായി കിട്ടാറില്ല. ഇതാണ് പെൺപൂവ്. അതിനെ നമുക്ക് പരാഗണം നമ്മൾ ചെയ്തു കൊടുക്കുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് കിട്ടുക. പൂമ്പാറ്റയും പ്രാണികളും ഒക്കെ ചിലപ്പോൾ വന്നിരുന്ന് പരാഗണം നടന്നേക്കാം, പക്ഷെ അതത്ര ഉറപ്പൊന്നുമില്ല. അപ്പം നമുക്ക് ചെയ്തു കൊടുക്കാമെന്നുള്ളത് ഇത് ആൺപൂവാണ്. ഇത് അതിൻ്റെ ഈ പൂക്കളുടെ അടിയിലായിട്ടൊരു കാ വരുന്നതാണ് പെണ്ണും. ഇത് അതിൻ്റെ അടിയിൽ കായൊന്നും ഇല്ലാത്തതാണ് ആൺപൂവും. അപ്പോൾ നമുക്കത് പരാഗണം എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് ഒന്ന് നോക്കാം. ഇതിന് ഞാൻ അതിൻ്റെ പൂവായിട്ട് മഞ്ഞ ഭാഗമെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് അതിൻ്റെ നടുക്കുള്ള ആ ഒരു പൂമ്പൊടി അത് മാത്രമായിട്ട് എടുത്തേക്കുവാണ്. എന്നിട്ട് നമ്മുടെ ഈ പെൺപൂവിൻ്റെ അകത്തായിട്ടുള്ളിലായിട്ട് ഈ പൂമ്പൊടി മൊത്തവും ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുക. അവിടെ ഇവിടെ ഇങ്ങനെ പറ്റിച്ചു കൊടുക്കുക. സാധാരണ സമയങ്ങളിൽ ഈ തേനീച്ച പോലെ ഉള്ള പ്രാണികളൊക്കെ വന്നിരുന്ന് പരാഗണം നടക്കാറുണ്ട്. പക്ഷേ നമുക്കത് ഉറപ്പിക്കാൻ കഴിയില്ല. ആവാൻ ചാൻസ് കുറവാണ്. മാത്രമല്ല ഇത് ചെയ്യുന്നത് രാവിലെ തന്നെ ചെയ്യണം കേട്ടോ. 8 മണിക്ക് മുമ്പ് തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മുടെ പൂവെല്ലാം അണഞ്ഞു പോവും. അത് മാത്രമല്ല പൂമ്പൊടി ഈ പൂമ്പാറ്റയൊക്കെ വന്ന് കൊണ്ടുപോകും. പിന്നെ ഇതേ നോക്കിക്കേ, വേറെയും മത്തങ്ങകൾ പിടിച്ച് കേട്ടോ. ഇതും ഞാൻ ഇങ്ങനെ ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയത്. 2-3 എണ്ണമൊക്കെ വന്നപ്പോൾ നമ്മുടെ ആൺപൂ ഇല്ലായിരുന്നു. അപ്പോൾ എനിക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് 2-3 മത്തങ്ങയൊക്കെ കായാകാതെ തന്നെ പോയി. പിന്നെ നമ്മുടെ കണ്ണിൽ കാണാത്ത മത്തങ്ങയൊക്കെ പിടിച്ച് വരുന്നതൊക്കെ പൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പം എൻ്റെ വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.